ഭാവിയുടെ സാങ്കേതിക മേഖലയെന്ന് വിശേഷിപ്പിക്കുന്ന അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ്, എക്സ്റ്റൻഡഡ് റിയാലിറ്റി, AVGC-XR മേഖലയ്ക്കായിട്ടുള്ള സമഗ്ര AVGC-XR നയത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമെന്ന നിലയിൽ AVGC-XR മേഖലയിലെ പതാകവാഹകരാകാൻ ഒരുങ്ങുകയാണ് കേരളം. 50 AVGC-XR സ്റ്റാർട്ടപ്പുകളെ ഇൻക്യുബേറ്റ് ചെയ്യും. KSUMന്റെ എമർജിംഗ് ടെക്നോളജി ഹബ്ബി ഗെയിമിംഗും XRും വിപുലീകരിക്കും. KDisk ആസൂത്രണം ചെയ്ത വർക്ക് നിയർ ഹോം പദ്ധതിയിൽ AVGC-XR ലാബുകൾ തിരുവനന്തപുരത്ത് മികവിന്റെ കേന്ദ്രം. ഈ രംഗത്തെ വ്യാവസായിക വികസനത്തിന് 200 കോടിയുടെ കാറ്റലിസ്റ്റ് ഫണ്ട്, 50 കോടിയുടെ ഗവേഷണ വികസന ഫണ്ട്, ഇന്നവേഷൻ സഹകരണ സംഘങ്ങൾക്ക് രൂപം കൊടുക്കും. 2029ഓടെ AVGC-XR മേഖലയിൽ സ്കൂൾ തലം മുതൽ സർവകലാശാല തലം വരെ 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഈ കാലയളവിൽ മൾട്ടിനാഷണലുകൾ ഉൾപ്പെടെ 250 കമ്പനികൾ കേരളത്തിൽ തുടങ്ങും. രാജ്യത്തെ AVGC-XR കയറ്റുമതി വരുമാനത്തിന്റെ 10% കരസ്ഥമാക്കാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതാണ് നയം. രാജ്യത്തെ AVGC-XR ഉള്ളടക്കത്തിന്റെ 15% കേരളത്തിൽ നിന്നാക്കാൻ ശ്രമിക്കും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, KSIDC, KSFDC, കേരള ഡിജിറ്റൽ സർവകലാശാല, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, CEDIT, കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്, കേരള ഡെവലപ്മെന്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ, കേരള നോളജ് ഇക്കോണമി മിഷൻ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളുടെ സംയുക്ത പ്രവർത്തനമാണ് AVGC-XR മേഖലയ്ക്കായി ഉപയോഗപ്പെടുത്തുന്നത്. KSUMന്റെ എമർജിംഗ് ടെക്നോളജി ഹബ്ബി ഗെയിമിംഗും XRും ഉൾപ്പെടുത്തി വിപുലീകരിക്കും. 150 AVGC-XR സ്റ്റാർട്ടപ്പുകളെ ഇൻക്യുബേറ്റ് ചെയ്യും. KDisk ആസൂത്രണം ചെയ്ത വർക്ക് നിയർ ഹോം പദ്ധതിയിൽ AVGC-XR ലാബുകൾ നിർമ്മിക്കും. ഈ മേഖലയിൽ തിരുവനന്തപുരത്ത് മികവിന്റെ കേന്ദ്രം ആരംഭിക്കും. AVGC-XR അഭിരുചി വളർത്തിയെടുക്കാൻ വിദ്യാഭ്യാസ പദ്ധതിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും. അനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, സ്പോർട്സ്, ഗെയിം രൂപകൽപ്പന, എഡിറ്റിംഗ്, ഗുണനിലവാര പരിശോധന, സൗണ്ട് ഡിസൈൻ ആൻഡ് എഞ്ചിനീയറിംഗ്, VR, AR മാർക്കറ്റിംഗ്, ഉപഭോക്തൃ അനുഭവ വിശകലനം എന്നീ വിഷയങ്ങളിലൂന്നിയാകും കോഴ്സുകൾ. ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നതിന് പ്രൊഫഷണലുകളെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന നിലയിൽ പ്രത്യേകമായി ജോലിക്കെടുക്കും. ഈ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് റെക്കഗ്നീഷൻ ഓഫ് പ്രയർ ലേണിംഗ് വഴി ബിരുദം സമ്പാദിക്കാനും അവസരമൊരുക്കും. ഈ രംഗത്തെ വ്യാവസായിക വികസനത്തിനായി 200 കോടിയുടെ കാറ്റലിസ്റ്റ് ഫണ്ട് രൂപീകരിക്കും. 50 കോടിയുടെ ഗവേഷണ വികസന ഫണ്ടും അടുത്ത 5 വർഷത്തിനുള്ളിൽ സർക്കാർ ലഭ്യമാക്കും. ഈ രംഗത്ത് പ്രാഗൽഭ്യമുള്ള കലാകാരന്മാരെ ഒരുമിച്ച് ചേർത്ത് ഇന്നവേഷൻ സഹകരണ സംഘങ്ങൾക്ക് രൂപം കൊടുക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു.